നമുക്കിന്ന് വാസലിൻ കൊണ്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ നോക്കിയാലോ. നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ഫംഗ്ഷന് പോകാൻ നേരത്ത് ചിലപ്പോൾ അതൊന്ന് പൊടിയൊക്കെ പിടിച്ചോ അല്ലെങ്കിൽ ഒന്ന് ഫെയ്ഡായിട്ടോ ഇരിക്കുമായിരിക്കും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നമുക്ക് ബ്രൈറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലേശം വാസലിൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് നമ്മുടെ ബാഗിലേക്ക് അപ്ലൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടൺ പീസോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരുപാട് തേക്കരുത്, ജസ്റ്റ് കുറച്ച് മാത്രം ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പൊടിയോ അല്ലെങ്കിൽ ആ ഫെയ്റ്റ്നെസ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറി നല്ല പോലെ അത് തിളക്കമുള്ളതായിട്ട് മാറിക്കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ സിബിൻ്റെയൊക്കെ പോർഷൻ ഈ കോട്ടണിനേക്കാളും നല്ലത് ഒരു ബഡ്സ് എടുത്തിട്ട് ഇതുപോലെ ലേശം ഒന്ന് വാസലിൻ എടുത്തിട്ട് തുടച്ച് ആ സൈഡൊക്കെ തുടച്ചെടുക്കാം. പിന്നെ നമ്മുടെ സിബൊക്കെ പോകാതെ, അതായത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സിബിലൊക്കെ ലേശം നമ്മുടെ വാസലിൻ അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ നമുക്ക് അഴുക്ക് കയറിയിരിക്കുമ്പോൾ നമുക്കൊരു തുണി വെച്ച് തുടച്ചാൽ പോകാൻ പാടാം. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ബഡ്സിലേക്ക് ലേശം വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗൊക്കെ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷന് ഉപയോഗിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ലാസ്റ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു കോട്ടൺ പീസ് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ ലെതറിൻ്റെ പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഹെയർ കോമ്പിലൊക്കെ ഇതുപോലെ ലേശം വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യണം കേട്ടോ. നല്ലപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീപ്പിലിരിക്കുന്ന എല്ലാ അഴുക്കുകളും പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് റിമൂവ് ആയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ചീപ്പിൽ ഇതുപോലെ വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ കോംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കും, നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഒരു പനിയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് 2-3 ദിവസം ഹെയർ ഒക്കെ വാഷ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ കുറച്ച് ചെടയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഹെയർ നമ്മൾ കോംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാതെ ഇരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന താക്കോലിൻ്റെ ഈ പോർഷനിലേക്ക് നമുക്ക് ലേശം വാസലിനൊക്കെ ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുരുമ്പോ ഒന്നും പിടിക്കാതിരിക്കും. നമ്മൾ ദിവസം ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്നതാണെങ്കിലും ഈ സെയിം മെത്തേഡിൽ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാതെ ഇരിക്കും. നമ്മൾ വീട്ടിൽ നമ്മുടെ ബർണറൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ലേശം വാസലിൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷൈനിങ് കുറേ നാളത്തേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തീ കത്തിക്കുന്ന ബർണർ പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ ഈ സ്റ്റീൽ പോർഷൻ ഉണ്ടല്ലോ അവിടെ മാത്രമേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഷൈനിങ് ആയിട്ട് തന്നെ നമ്മുടെ പോർഷൻ ഇരിക്കും. അതിപ്പോൾ ഗ്ലാസ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിലാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബർണർ പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുതേ. നമ്മൾ വീക്കിലേക്ക് ചെയ്യൂലേ, അപ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ എപ്പോഴും അഴുക്കുണ്ടാവും. അഴുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ അവിടെയും നമ്മുടെ വാസലിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അഴുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടോ, ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തതാണ്, എന്നിട്ട് പോലും ആ പോർഷനിൽ ഞാൻ വാസലിൻ ചെയ്ത സമയത്ത് അവിടെ ഇരിക്കുന്ന അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ടോ. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പാടായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വീക്കിലിയോ അല്ല മന്ത്ലിയോ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വാസലിൻ കൊണ്ട് നമുക്ക് വേറെയും കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോയും ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.